തന്നെ പോയാൽ മതി. എടി ബംഗ്ലാവ് ആകെ വൃത്തികേട്. ബംഗ്ലാവുകളൊക്കെ അങ്ങനെ തന്നെയാ. എടി നീ ഒന്ന് അടിച്ചു വാരി കൊടുക്ക. നിങ്ങൾക്ക് ചെയ്താൽ എന്താ? അതെങ്ങനെ? പെണ്ണുങ്ങൾ ചെയ്യാനുള്ള ജോലി ഞാൻ ചെയ്താലൊക്കെ മുടി. നീ ഒന്ന് പോ. അല്ല, നീ ഇതൊന്നിനൊന്ന് ചെറുപ്പമായി വരികയാണല്ലോ മാധവി. മുതലാളി, ദയവ് ചെയ്തെന്ന് ഉപദ്രവിക്കരുത്. ഞാനൊരാളിന്റെ ഭാര്യയാണ്. ഓ, ശ്രീധരപിള്ളയല്ലേ? ആ മനുഷ്യൻ മുതലാളിക്ക് നിസാരനായിരിക്കാം, പക്ഷേ എനിക്ക് ദൈവമാണ്. ഇതൊക്കെ ആരെങ്കിലും അറിയാൻ പോകുന്നോന്ന്? വലിയവർക്ക് ഇതൊക്കെ നിസാരമായിരിക്കും. മക്കളെ, അച്ഛൻ പോയിട്ട് വരാ. മാധവി, നിങ്ങൾ ഇങ്ങോട്ട് പോന്നുവല്ലേ? മുതലാളിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. മുതലാളിയുടെ വിശപ്പ്. നിനക്ക് എന്തു പറ്റി? നിങ്ങൾ ഇത്രത്തോളം മുതലാളിയെ സ്നേഹിക്കണ്ടായിരുന്നു. മുതലാളിയെ സ്നേഹിക്കുന്നത് ഞാനൊരു തരം താണവനായതുകൊണ്ടല്ല, ചോറ് തരുന്ന നന്ദി കൊണ്ട്. എനിക്ക് ഒരാളിന്റെ ഭാര്യയെ ജീവിക്കാനേ കഴിയും. മക്കളെ, എന്താണ് നിന്റെ ഉദ്ദേശം? പോകാനോ? ഞാൻ സമ്മതിക്കില്ല. തിരിച്ചു വരാനല്ല പോകുന്നത്. ഞാൻ നിന്റെ ഭർത്താവാണോ? ഭർത്താവ്? മാധവി, മുതലാളി, മുതലാളി ബംഗ്ലാവിലുണ്ട്. നീ ചെല്ല്, ഞാൻ ഈ വണ്ടി പൊക്കോട്ടെ. ഞാൻ ഒറ്റയ്ക്കോ? അതിനെന്താ, ഇതുവരെ വന്ന സ്ഥിതിക്ക് പോകാതിരിക്കുന്നത് ശരിയാണോ? ഞാൻ ഉടനെ വരാം. ചെല്ല്.
അറിയുമോ? എസ്റ്റേറ്റിലെ കാര്യസ്ഥൻ അദ്ദേഹമാണ് നിന്റെ അച്ഛൻ. അപ്പോ രാമൻകുട്ടി നിന്റെ ചേട്ടനാണ് മോനെ. ഇത്രയും കാലം അമ്മ എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല? പറയാൻ മനസ്സ് സമ്മതിക്കാഞ്ഞിട്ട്. അഭിമാനപൂർവ്വം അച്ഛനെ പരിചയപ്പെടുത്തി തരാൻ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നില്ല. നിന്റെ അച്ഛൻ അങ്ങനെയാണ് പ്രവർത്തിച്ചത്. മുഴുവൻ പറയൂ. കഥ മുഴുവൻ മോൻ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കിക്കോ. നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചത് ആ മുതലാളിയാണ്. അയ്യോ അമ്മയെ. ആരാ അത്? നീ ഏതാ? എന്തിനാ വന്ന്? എന്നെ പറഞ്ഞയച്ചതാ. ആര്? മുതലാളി. മധു? ഞാനോ? ഓ, രാമൻകുട്ടിയുടെ ഭാര്യയാണ് അല്ലേ? അതെ. ഞാൻ കുഴഞ്ഞു പോയല്ലോ. ഈ പെൺകുട്ടികളുടെ നാണം വരുത്തി വെക്കുന്ന ഒരു തകരാറേ. കയറി വരൂ. വരൂന്ന്. വരൂ കുട്ടി, ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അതെന്തിനാ കസേരയോടൊപ്പം നിൽക്കുന്നത്? ഇരിക്കുന്നു. അത് കൊള്ളാം. വരൂ കുട്ടി, ഇരിക്കും. നീ ലക്ഷ്മി അമ്മയുടെ മകളാണല്ലേ? അതെ. ആ, നിന്നെ ഞാൻ കുഞ്ഞുനാളെ കണ്ടിട്ടുള്ളതാ. ഇപ്പൊ കണ്ട ആരറിയാനാ? നീ അങ്ങ് സുന്ദരിയായി പോയില്ലേ? ശ്രീധരപിള്ള എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജോലിക്കാരനാണ്. അയാളുടെ മരുമകൾക്ക് എന്റെ വക ഒരു വിവാഹ സമ്മാനം തരണ്ടേ? വരൂ. ഇവിടെ വരൂ കുട്ടി, വരൂന്ന്. ഇതാ വാങ്ങൂട്ടി, വാങ്ങൂട്ടി. മുതലാളി, ആ രൂപയും കൊടുത്തേക്ക്. വാങ്ങണം മുതലാളി. ഇത് ഞാൻ ഇവൾക്ക് കൊടുത്തതല്ലേ? വേണ്ട, വാങ്ങണം. നീ പോ. ഞാനെന്താ ഇത്ര പെട്ടെന്ന് അവളോട് പോകാൻ പറഞ്ഞു? മുതലാളിമാരുടെ വീട്ടിൽ അധികം നേരം നിൽക്കുന്ന അത്ര നല്ലതല്ല. അതുകൊണ്ട് ശ്രീധരപിള്ളേ, ഞാനിപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നത് മുതലാളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലല്ലേ? എന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ശരിക്കറിയാവുന്നതാൻ എന്തിനിപ്പോ ഇങ്ങോട്ട് കടന്നു വന്നു? ആ പോയ പെൺകുട്ടി എന്റെ മകന്റെ ഭാര്യയായതുകൊണ്ട്. ആ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു സമ്മാനം കൊടുക്കാമെന്ന് ഞാൻ വെച്ചത്. ഇത്ര വലിയ സമ്മാനമൊന്നും അവൾക്ക് ആവശ്യമില്ല മുതലാളി. എന്തുദ്ദേശിച്ചാണ് നിങ്ങൾ അവൾ സമ്മാനം കൊടുക്കുന്നതെന്ന് എനിക്കറിയാം. ശ്രീധരപിള്ള തന്നെയാണോ ഈ പറയുന്നത്? ആ ശ്രീധരപിള്ള തന്നെയാണ് ഈ പറയുന്നത്. ഞാൻ അതിന് കടന്ന് സംസാരിക്കുന്നു. ഒരല്പം അതിന് കടക്കാൻ തന്നെയാണ് വിചാരം. അന്ന് ഞാനത് ചെയ്തില്ല, ഈ നിമിഷം വരെയും ചെയ്തില്ല. അതിന്റെ ദുഃഖം ജീവിതകാലം മുഴുവനും ഞാൻ അനുഭവിച്ചു. ഇനി എന്റെ മകനത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കാൻ പാടില്ലാത്തതൊന്നും അന്നും ഇന്നും സംഭവിച്ചിട്ടില്ല. ജോലിക്കാരുടെ ഭാര്യമാരെയും പെൺമക്കളെയും
ആവശ്യം കഴിഞ്ഞ് കൊന്നു കൊക്കയിൽ എറിയുന്നത് മുതലാളിമാർക്ക് സാധാരണ കാര്യമാണ്. ഇക്കണ്ട കാലമത്രയും ഞാനും അതിന് കൂട്ടുനിന്നു. എതിർത്താൽ തല്ല്. ഇനി അത് നടക്കില്ല മുതലാളി. നടക്കും. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നടക്കും. നടത്തിക്കോ, പക്ഷെ എന്റെ കുടുംബത്തെ തൊട്ട് കളിക്കരുത്. വേണ്ടി വന്നാൽ അന്ന് നിങ്ങൾ കളി പഠിക്കും. എന്റെ ഭാര്യയെ നിങ്ങൾ നശിപ്പിച്ചു. അവൾ എന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നു. ഇനി അതിന് വയ്യ. ആഗ്രഹിച്ചത് നടത്താൻ എനിക്കറിയാമോ? മനസ്സിലാക്കിക്കോ. എന്ത് മനസ്സിലാക്കാൻ? പണിയെടുത്ത് തഴമ്പിച്ച ഈ കൈയുടെ കരുത്ത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും. എന്താണ് നീ പറഞ്ഞത്? എന്നെ അടിക്കാനും നിങ്ങളുടെ കൈ പൊങ്ങിയോ? അടിക്കാൻ മാത്രമല്ല, വേണ്ടി വന്നാൽ എന്റെ കൈകൊണ്ട് നിന്നെ കൊല്ലാനും എനിക്ക് കഴിയും. അതിനു മുമ്പ് നിങ്ങൾ എങ്ങനെ പണക്കാരനായി എന്ന കാര്യം ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും. ഈ എസ്റ്റേറ്റിന്റെ പഴയ ഓണറെ നിങ്ങൾ വെടിവെച്ചു വന്നതും അയാളുടെ ഭാര്യയെ നശിപ്പിച്ചതും എല്ലാം 10 പേരെങ്കിലും കാണും. അത് വിശ്വസിക്കാം. അവരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് പ്രതികാരം ചെയ്യും. രാമൻകുട്ടിയോ? നീ എവിടെ പോകുന്നു? ഇങ്ങോട്ട് തന്നെ. രാമൻകുട്ടി, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തു വേണം മുതലാളി? നമ്മുടെ ഫാക്ടറി തൊഴിലാളികളുടെ നേതാവ് തോമസ് ഇല്ലേ? അറിയും. അവൻ ഇവിടെ വന്നിരുന്നു. പോയോ? അവൻ പോകാനല്ല വന്നത്, എന്നെ കൊല്ലാൻ. കൊല്ലാനോ? അവിടെ ഇപ്പോൾ സമരമാണ്. അവനാണ് അവരുടെ നേതാവ്. അവരുടെ എല്ലാ ഡിമാൻഡുകളും ഞാൻ അംഗീകരിക്കണമെന്ന്, അല്ലെങ്കിൽ എന്നെ കൊന്നുകളയും. എന്നിട്ട് ഒടുവിൽ വരൂ. ഇതുടനെ മറവ് ചെയ്യണം. ഇതൊക്കെ മതിയാക്കണമെന്ന എന്റെ ആഗ്രഹം. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഒരു പാവപ്പെട്ട പെണ്ണോടുണ്ട്. എന്താ, നിനക്ക് കഴിയില്ലേ? മുതലാളിക്ക് വേണ്ടി അവസാനമായി ഞാനിതോടെ ചെയ്യാം.
രാമൻകുട്ടിയണ്ണ, ആല്ല നീയോ? ഞാൻ എല്ലാം കണ്ടു. എടാ, പുറത്ത് പറഞ്ഞ നിനക്കും ആപത്താണെന്ന് കരുതിക്കൂ. ഞാൻ ഒരാളിനോട് മാത്രം പറയും. ആരോട്? നിന്നോട്. എന്നോടോ? നിന്റെ അച്ഛന്റെ കൊലപാതകത്തിന് കൂട്ടുനിന്ന നിന്നോട്. ഗണേശ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യമല്ല രാമൻകുട്ടിയണ്ണ, നീ അക്കരെ ആ കുത്തി കാട്ടിക്കൊണ്ട് കളഞ്ഞത് നിന്റെ അച്ഛന്റെ പ്രേതമാണ്. ഗണേശ, സംശയമുണ്ടെങ്കിൽ ചെന്ന് നോക്ക്. എന്റെ അച്ഛന്റെ പേര് തോമസ് എന്നല്ല, ശ്രീധരപിള്ള എന്നാ. ശ്രീധരപിള്ള എല്ലാം സഹിച്ചു, പക്ഷെ അയാളുടെ മകൻ ഒന്നും സഹിക്കില്ല. ചേട്ടാ, മനസ്സിലായില്ല. അതെ, എന്റെ ചേട്ടൻ. ഇതാ, ഇത് കണ്ടു. കുട്ടിക്കാലത്ത് ചേട്ടൻ ബ്ലേഡ് കൊണ്ട് കീറിയ ഈ പാട്. ഞാനെല്ലാം അമ്മയിൽ നിന്നും അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എസ്റ്റേറ്റ് കാര്യസ്ഥൻ ശ്രീധരപിള്ള എന്റെ അച്ഛനെന്നും രാമൻകുട്ടി എന്റെ ചേട്ടനെന്നും. ശ്രീധരപിള്ള, എസ്റ്റേറ്റ് കാര്യസ്ഥൻ. ഇനിയും മനസ്സിലായില്ലേ? മനസ്സിലായി ഗോപി, എനിക്കെല്ലാം മനസ്സിലായി. നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ച ഈ ദ്രോഹിയെ കൊല്ലാനാണ് ഞാൻ വന്നത്. പക്ഷേ അതിനു മുമ്പ് ചേട്ടൻ തന്നെ അത് ചെയ്തു. എനിക്കെന്റെ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോ അനിയനെ തിരിച്ചു കിട്ടി. ബാക്കിയെല്ലാം അവിടെ ചെന്ന് പറയാം. വാ.
പിടിക്ക. ഇവിടെ വാ. എടാ, നിന്റെ കൊച്ചുമുതലാളി എങ്ങോട്ട് വിളിക്ക. എന്റെ അച്ഛനെ കൊന്ന് ആരും അറിയാതെ വെള്ളത്തിൽ കൊണ്ടിടിച്ചു. അതും എന്നെ കൊണ്ട്. ദാ കിടക്കുന്നു നിന്റെ തണ്ട. കൊണ്ടിട്ടോ എവിടെയാണെന്ന് വെച്ചാൽ. രാമൻകുട്ടി, കൊല്ലരുത് രാമൻകുട്ടി, വേണ്ട രാമൻകുട്ടി, വേണ്ട. ഞാൻ കാരണം ഒരുപാട് പെൺകുട്ടികൾ അനാഥരായിട്ടുണ്ട്. ഇനി നിങ്ങളും അങ്ങനെ ആണ്ട. ചേട്ടാ, അച്ഛനു വേണ്ടിയോ ചേട്ടനു വേണ്ടിയോ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള അവസരം ഇതാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വരട്ടെ. നീ എവിടെ പോകുന്നു? പോലീസ് സ്റ്റേഷനിലേക്ക്. എന്തിന്? ഈ കൊലക്കുറ്റത്തിന്റെ പേരിൽ പോലീസ് അന്വേഷണമുണ്ടാകും. ചേട്ടന് വീടുണ്ട്, സ്നേഹമുള്ളൊരു ഭാര്യയുണ്ട്. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അമ്മയുടെ കാര്യം ചേട്ടൻ നോക്കുമെന്ന് എനിക്കറിയാം. ഇതിനെങ്കിലും എന്നെ അനുവദിക്കും.